സത്യം പറഞ്ഞാൽ ഞാനാണ് ജാമ്യം നിന്ന് ലോൺ എടുത്തത്, അതുകൊണ്ട് ഞാൻ തന്നെ അടയ്ക്കണം, അതല്ലേ പറയാൻ വന്നത്? അങ്ങനെയാണെങ്കിൽ പറയണ്ട, എനിക്കറിയാം. അല്ല, ഞാൻ ഇതാണ് പറയാൻ പോണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? എല്ലാവരും എന്നോട് തന്നെയല്ലേ പറയണത്. ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത്. എന്നാ പറ. സംഭവം നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ് രണ്ടുപേരും. അപ്പോൾ നിനക്കൊരു ആവശ്യം വരുമ്പോൾ, ഒരു ആപത്ത് വരുന്ന സമയത്ത് അവൾ നിന്റെ കൂടെ നിൽക്കണ്ടായിരുന്നു അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഒരു 80% തെറ്റ് അവളുടെ ഭാഗത്താണ്. 80 100% തെറ്റ് അവളുടെ ഭാഗത്താ. ആണോ? പിന്നെ അപ്പൊ 100. ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു ലോൺ എടുത്തെന്നുള്ളൊരു തെറ്റല്ലേ ഞാൻ ചെയ്തുള്ളൂ, അല്ലേ? അതിപ്പോ എല്ലാവരും ചെയ്യൂലേ? നിനക്കൊരാവശ്യം വന്നാൽ നീ എടുക്കൂലേ? നമ്മുടെ അപ്പുറത്തുള്ള ആള് നമ്മളെ ചതിക്കുന്നു, നമ്മളെ എങ്ങനെ അറിയൂടാ? ചക്കയാണോ തുറന്നു നോക്കാൻ? ഈ ചീപ്പ് കേസിൽ നിങ്ങൾ നാത്തുമാരിങ്ങനെ പോരടിക്കാൻ തയ്യാറാവേണ്ട കാര്യമില്ലായിരുന്നു. എന്ത് ചീപ്പ്? എന്ത് ചീപ്പ്? നിന്റെ ഭാര്യ റോസ്മേരി നിന്നെ കളഞ്ഞിട്ട് വേറൊരുത്തിന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് ചീപ്പാണോ വഞ്ചനയാണോ? പറ. അതെന്തൊരു വർത്താനം? റോസ്മേരി എന്റെ ഭാര്യയാണ്. ഇവിടെ നിങ്ങൾ നാത്തുമാര് തമ്മിലാണ്. ഇത് വിഷയം രണ്ടല്ലേ? അല്ല, ഒന്ന് തന്നെയാണ്. നാത്തൂനാണെങ്കിലും ഭാര്യ ആണെങ്കിലും ഒരാളെ വഞ്ചിച്ചോണ്ട് പോയാൽ അത് വഞ്ചന തന്നെയാണ്. ഇതൊക്കെ വഞ്ചന എന്നൊക്കെ പറഞ്ഞ വേറെ വലിയ കാര്യങ്ങളായി, ചെറിയ കാര്യങ്ങൾ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളോട് ഞാൻ ആദ്യം പോലെ പറയുന്ന ഒരു സംഗതി ഉണ്ട്. എന്താണെന്നറിയാലോ? ഇത്തരം കാര്യങ്ങൾ വീടിന് പുറത്ത്, പടിക്കകത്ത് കയറ്റരുത്. പടിക്കകത്ത് കയറ്റരുത്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, നീ കേട്ടിട്ടില്ലടാ? കേട്ടത് പല ആവർത്തി പറഞ്ഞു. ഇത് വീടിനകത്ത് കയറ്റരുത് പറഞ്ഞ കേസാണ്. ഞാനപ്പോൾ എന്ത് ചെയ്യണം? എനിക്കറിയാം, ഞാൻ അല്ലെങ്കിൽ എന്നും ഒറ്റയ്ക്കാണ്. എനിക്ക് ലോകത്ത് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് വേണ്ടി വർത്താനം പറയാൻ. എടി ഇങ്ങോട്ടൊക്കെ ഞാൻ ചോദിക്കും, വേണം 2 അടിയും കൊടുക്കും. അടിക്കൊന്നും വേണ്ട, ഒന്ന് പേടിപ്പിച്ചാൽ മതി. അവർക്ക് ഇച്ചിരി പേടിയുടെ കുറവുണ്ട്. അവനെ ചോദിക്കണ്ടേ? പിന്നെ അടിക്കണോ? ചോദിക്കാണ്, ചോദിക്കാം. അതങ്ങനെ ചോദിക്കണം. അത് ശരിയല്ലല്ലോ. അങ്ങനെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു ആപത്ത് വരുമ്പോൾ കൂടെ നിൽക്കണ്ടേ? ഒട്ടും വിചാരിച്ചില്ലട ഇവിടെ എന്നെ ഇട്ടിട്ട് പോകുമെന്ന്. ഉപേക്ഷിച്ച് പൊക്കളന്നില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കേ, നിനക്കാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നേ? വേണ്ട, അവക്കാണ് അങ്ങനെ അവസ്ഥ. തങ്ക അങ്ങനെ പോവോ? ഞാൻ നിന്ന് പൊരുതിയേനെ, അതറിയാമോ? നീ നിന്നെ പോലെ അല്ലല്ലേടി അവള്. അവള് വരുമ്പോ ചോദിച്ചാ പോരെ? വരട്ടെ, നീ ഒന്ന് അടങ്ങ്, ഞാൻ നിക്കല്ലേ. ക്ലീറ്റോ പലതും പറയുന്നുണ്ട്. ക്ലീറ്റോന്റെ പെങ്ങളെ ഇതാക്കണമെന്നേ ഉള്ളൂ, മനസ്സിലായ? സത്യത്തിന്റെ കൂടെ നിക്കണമെന്നല്ല ക്ലീറ്റോന്. സത്യമാണെങ്കിലും എന്താണെങ്കിലും ഞാൻ എന്റെ പെങ്ങളൂടെ നിൽക്കോളൂ. നീ ധൈര്യട്ടില്ലേ? ലില്ലിപ്പെണ്ണ് അങ്ങനെ ഒരു ചെയ്തതല്ലേ സത്യം ചെല്ലിക്കാൻ ഞാൻ വേണമെങ്കിൽ ആ ബാങ്കിൽ ആളെ വിളിച്ചോണ്ട് വരാൻ വേണോ? വേണ്ട, അല്ല അത് ഞാൻ വഴക്ക് അല്ല പിന്നെ പറയണോ കേട്ടോ. ബാത്റൂമിൽ പോകണം. ഇവരെപ്പോഴും സൂക്ഷിച്ചു നോക്കി, ഇതാ കുഴപ്പം.